കൂട്ടുകാർക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീകാന്തിനെ അന്വേഷിച്ച പോലീസുകാര് രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ശ്രീകാന്ത് അവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ രവീന്ദ്രനോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയാണ് ചോദ്യം ചെയ്യാനായിട്ട്. പക്ഷെ രവീന്ദ്രൻ പോകാൻ കൂട്ടാക്കാതെ നിന്ന് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി പറഞ്ഞു, അതെ രവിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതെ ശ്രീകാന്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറയാ. പക്ഷെ പോലീസുകാർ സമ്മതിച്ചില്ല. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, അല്ല എന്തിനാ സാർ അച്ഛനെ കൊണ്ടുവന്നേ? അതേപോലെ സീനിയർ സിറ്റിസൺ അല്ലേ, അങ്ങനെ പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? കുറ്റം ചെയ്ത അച്ഛനല്ല പിന്നെന്താ കുഴപ്പം? ശ്രീകാന്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ അല്ലേ കൊണ്ടുപോണ്ടേ, അതിന് അച്ഛനെ കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. അതൊന്നും നിങ്ങൾ സംസാരിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണേ. ഈ സമയം മധുസൂദനും മഹിമയും കൂടെ പറഞ്ഞു, ഇവര് വായെടുത്താൽ കള്ളത്തര പറയുള്ളൂ, ഇവർക്കറിയാം ദേ എന്റെ മോൾ എവിടെയാന്ന് ഇവരും കൂടെ കൂടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാർ. ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ സത്യാവസ്ഥ എല്ലാം നല്ല മണി പോലെ പറയൂന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി വെറുതെ നിങ്ങൾ അനാവശ്യം പറയരുതെന്ന് പറയണം. അപ്പം എസ് ഐ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒന്ന് ജീപ്പിലേക്ക് കയറാൻ പറയണം. രവീന്ദ്രൻ സാർ ഞാന് പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, മറ്റൊന്നിനു വേണ്ടി കൊണ്ടുവന്നല്ല, ലോക്കപ്പിൽ അടയ്ക്കാൻ കൊണ്ടുവന്നൊന്നല്ല, ഒന്ന് ചോദ്യം ചെയ്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാന്ന് പറയണം. അങ്ങനെ രവീന്ദ്രനോട് വന്ന് ജീപ്പ് കയറാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഒക്കെ പറഞ്ഞു, എടാ സുധി ഇനി എന്ത് ചെയ്യും, നമുക്കും അച്ഛനോടൊപ്പം പാലില്ലെന്ന് ചോദിക്കണം, ബാ പോകാന്ന് പറയണം. അങ്ങനെ അവരും വീട് കൂട്ടി അങ്ങോട്ട് ഇറങ്ങണം. അങ്ങനെ രവീന്ദ്രൻ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അത് സാർ ഞാൻ ഒരു ഓട്ടോറിക്ഷ വന്നോളാന്ന് പറയണം. അതൊന്നും വേണ്ട, ഇപ്പം നിങ്ങൾ കൂടെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ രവീന്ദ്രനെ കൊണ്ടുപോയി പറയാതെ തന്നെ ഒരു ഓട്ടോറിക്ഷ കയറി ശ്രുതിയും ചന്ദ്രമതിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ രേവതി അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത്. രേവതി വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അച്ഛനെ കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോകുന്ന കണ്ടേ. ഈ കാഴ്ച കണ്ട രേവതി അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു, എന്താ കാര്യം, അച്ഛൻ എന്തിനാ പോലീസ് ജീപ്പ് കയറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കണം. അതെ ശ്രീകാന്ത് ഏതോ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നത് കേട്ടു, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് രേവതി എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറയണം. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് രേവതി പോവാണ്. ഈ സമയത്ത് രവീന്ദ്രനെ കൊണ്ട് പോലീസുകാര് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പിന്നീട് രവീന്ദ്രന് ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ തന്നെ പുറകെ തന്നെ മധുസൂദനും മഹിമയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് പറഞ്ഞു, ഇയാള് വായെടുത്താൽ കള്ളത്തര പറയത്തുള്ളൂ, ഇയാൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഈ സമയം ശ്രുതിയും ചന്ദ്രമതി എല്ലാം കൂടെ അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, സാർ ഒരു തെറ്റും ചെയ്യാത്ത ആളെ എന്തിനാ വെറുതെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്ന പറയാ. ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ അച്ഛൻ അറിയായിരിക്കും ഇവരുടെ മകൻ എവിടെയാ പോയിരിക്കുന്നതെന്നുള്ള കാര്യം. രവീന്ദ്രൻ പറഞ്ഞു, ഇല്ല ഇയാള് വൈരാഗ്യം തീർക്കുന്ന അത് പറയാണ്, ഇയാൾക്ക് വൈരാഗ്യം ഉണ്ട് എന്നോട്, മുമ്പ് ഇയാള് എന്റെ പെൻഷൻ തുക വരെ തടഞ്ഞു വെച്ചാന്ന് പറയണം. ഇത് കേട്ടതും മധുസൂദനൻ പറഞ്ഞു, എന്റെ സാറേ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്താ, അയാൾക്ക് പെൻഷനും കിട്ടിയതാ, ഇയാള് അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയതാ, ഇയാളുടെ മകന് ചേർന്നിട്ടെന്ന് പറയണം. സത്യമാണോടോ ചോദിക്കുന്നത്, സത്യമാണോടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും രവീന്ദ്രൻ ഇല്ല സാർ, ഇതൊക്കെ വെറുതെ കള്ളത്തരം പറയുന്ന, അങ്ങനെയൊന്നും എന്റെ മോൻ ചെയ്യത്തില്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുന്നതിനല്ല സാർ, ഇയാളുടെ മോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും, സാർ എന്നെ ഇവിടെ പിടിച്ചു വെക്കരുതെന്ന് പറയണം. ചന്ദ്രപതി സാർ ഇയാൾ വൈരാഗ്യം തീർക്കുന്നതിന് എന്റെ രവിയേടനെ ഇവിടെ പിടിച്ചു വെക്കരുത്, ഞങ്ങളെ വിട്ടയക്കണം സാറ്, ശ്രീകാന്ത് വന്ന ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാന്ന് പറയാം, ആദ്യം നിങ്ങളുടെ മോൻ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. ഈ സമയം ശ്രുതി എന്ത് ചെയ്യാണ്, ഏതൊരു വക്കീലിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിക്കാണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയി. സുധീരുടെ അടുത്ത് എന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യടാ മോനെ നിൽക്കുക, എനിക്ക് അറിയത്തില്ലമ്മേ, ശ്രീകാന്ത് വരാതെ ഒന്നും നടക്കില്ല എന്ന് പറയാ, നീ ഒരു കാര്യം ചെയ്യാൻ ഒന്നുകൂടെ ശ്രീകാന്തിനെ വിളിച്ചു നോക്കാൻ പറയാണ്. വീണ്ടും വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ പറയണേന്ന് പറയാം. ആ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് രേവതി സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചി കോളെടുത്ത്, എന്താ രേവതി എന്താ കാര്യം ചോദിക്കാം. രേവതി കരയുമായിരുന്നു. എന്ത് പറ്റി അമ്മ, നിന്നെ വല്ല ചീത്ത എന്തെങ്കിലും പറഞ്ഞു ചോദിക്കും. ഇല്ല പിന്നെ എന്തിനാ നീ കരയണേ? അച്ഛൻ എന്ത് പറ്റി? അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയെന്ന് പറയാം. പോലീസുകാർ എന്തിനാ? അച്ഛൻ പോലീസ് സ്റ്റേഷനിലാ. അതെ എന്താ കൃത്യമായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയണം. പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയണം. അതെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. സച്ചിക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ തന്നെ സച്ചിക്ക് സഹിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പോലീസുകാർ രവീന്ദ്രനോട് വന്നിട്ട് പറഞ്ഞു, അതെ നിനക്ക് അവസാനമായിട്ടൊരു ചാൻസ് കൂടെ തരുവാ, എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളെ വിട്ടയക്കാന്ന് പറയണം. ഇല്ല സാർ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞല്ലോ എന്ന് പറയണം. ഒരു കാര്യം ഇയാളെ പിടിച്ച് അങ്ങോട്ട് ഇരുത്താൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ വന്ന് രവീന്ദ്രനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് ഇരുത്തുക. രവീന്ദ്രൻ എന്നെ വിട് സാറ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറയണം.
ചന്ദ്രമതി എന്നിട്ട് പോലീസുകാരുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട്, സാർ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയണം. മധുസൂദനൻ പറഞ്ഞു, 4 അങ്ങോട്ട് ഇട്ട് കൊടുക്ക് സാറേ, അപ്പൊ തത്ത പറയുന്ന പോലെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവറ്റകളൊന്നും പറയല, ഇവറ്റകളുടെ സ്വഭാവമൊക്കെ അങ്ങനെയാന്ന് പറയണം. വെറുതെ എന്റെ രവിയേട്ടന്റെ നിരക്ക് കൈ പൊക്കിയിട്ട് കാര്യമില്ല സാർ. ശ്രീകാന്ത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവരുടെ മോൾ ആരുടെയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി അന്വേഷിച്ചിട്ട് കാര്യമുള്ളെന്ന് പറയണം. ആ സമയത്ത് മഹിമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മഹിമയും ചന്ദ്രമതി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കണം. ഇത് കേട്ടച്ചപ്പത്തിന് എസ് ഐ വന്നിട്ട്, അതെ ഇത് ചന്തയൊന്നും അല്ല ഇങ്ങനെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാനായിട്ട്, പോലീസ് സ്റ്റേഷനാന്ന് പറയണം. പിന്നീട് ശ്രുതി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി ചോദിച്ചാൽ, എന്തായി മോളെ കാര്യങ്ങള്, വക്കീലിനെ ആരെങ്കിലും കിട്ടിയോന്ന് ചോദിക്കാം. ഞാൻ മീരയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവള് അന്വേഷിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ. പിന്നീട് ശ്രുതി എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു, അല്ല നിനക്ക് പിടിപാടൊക്കെയുള്ള, നിന്റെ സാറിന് പിടിപാടൊക്കെ ഉള്ളതല്ലേ ഷോറൂമില്, ഒരു കാര്യം ചെയ്തല്ലോ ആ സാറിനോട് വിളിച്ച് ചോദിച്ചു നോക്കിയാലോ എന്തേലും ചെയ്യാൻ പറ്റുമെന്ന്. അതൊന്നും ശരിയാവത്തില്ല. അതെന്താ, അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ലെന്ന് പറയണേ. ജോലിയില്ലെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാസങ്ങളായെന്ന് പറയാനും പറ്റില്ല. അപ്പൊ ഇനിയിപ്പം ആ കാര്യം ചെയ്യാനും പറ്റില്ല. പെട്ടെന്ന് ശ്രുതി വെച്ച്, ഇനിയിപ്പൊ എന്ത് ചെയ്യും നോക്കാം, ഈ സച്ചി ഇത് എവിടെ പോയി കിടക്കുവാണെന്തോ എന്ന് ചന്ദ്രമതി പറയണം. സച്ചിയെങ്കിലും വന്നായിരുന്നെങ്കിൽ ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഉണ്ടായാനും. ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട്. ആ സമയത്ത് രേവതി അങ്ങോട്ട് വരുവാണ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ശ്രുതി പുറത്തേക്കുന്നുണ്ടായിരുന്നു. രേവതി അകത്തേക്ക് ഓടിക്കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അവിടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിന്തിച്ചു, എന്താ കാര്യം ചോദിക്കണം, അച്ഛനെ എന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ചോദിക്കണം. അത് ശ്രീകാന്ത് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞോണ്ടാ, ആ മധുസൂദന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞോണ്ട്. പെട്ടെന്ന് തന്നെ രേവതി എസ് ഐയുടെ മുന്നിൽ ചെന്ന് കൈകൂപ്പിട്ട്, സാറേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ വെറുതെ ലോക്കപ്പിലിടല്, പാവം എന്റെ അച്ഛൻ. അത് മാത്രല്ല അച്ഛന് പ്രഷറും കാര്യങ്ങളും എല്ലാം ഉള്ളാന്ന് പറയണം. സാർ എന്റെ അച്ഛനെ പറഞ്ഞയക്കണം, ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ വെറുതെ പിടിച്ച് പോലീസ് ലോക്കപ്പിൽ ഇടലെന്ന് പറയണം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, ഓരോരുത്തരും കൂടെ വന്നോളും എന്ന് പറയണം. മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ടെ രേവതി പറഞ്ഞു, സാറിനോട് പറഞ്ഞില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്താ സാറെന്ന് ചോദിക്കണം. പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് രേവതിയെ ഒന്ന് ചീത്ത പറയണം. ചീത്ത പറഞ്ഞങ്ങോട്ട് മാറ്റി നിർത്തി. പിന്നീട് ഒരു പോലീസുകാരനെ വിളിച്ചിട്ടുണ്ട്, അതെ ഇയാളെ പിടിച്ചങ്ങോട്ട് ലോക്കപ്പിലേക്ക് ഇടാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി ശ്രുതി എല്ലാം പാഞ്ഞു വന്നു. അയ്യോ ലോക്കപ്പിൽ ഇടല എന്ന് പറഞ്ഞ് രവീന്ദ്രന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അവര് രവീന്ദ്രന്റെ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ലോക്കപ്പിനകത്തേക്ക് അങ്ങോട്ട് അടയ്ക്കണം. അപ്പൊ സെല്ലിനകത്ത് വേറെ ആൾക്കാരുണ്ട്, അവരുടെ കൂടത്തിലേക്ക് അങ്ങ് ഇടുവാണ്. രവീന്ദ്രൻ എന്ത് ചെയ്യണത്താണ്, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രമതി രേവതിയൊക്കെ പൊട്ടിക്കരയെ, അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രേവതിക്ക് വല്ലാത്തൊരവസ്ഥ. രേവതി പെട്ടെന്ന് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നിട്ട് സച്ചിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാന്ന് പറയണം. അപ്പോഴാണ് ദേവു അങ്ങോട്ട് ഓടി വരുന്നത്. ദേവു വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി പ്രശ്നം, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് ദേവനെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ അല്ലേന്ന് ചോദിക്കാം. എന്താ ചേച്ചി കാര്യം, നീ ഉണ്ടാക്കി വെച്ച പണിയില്ലേ, എല്ലാ ആളും കളിച്ചിട്ട് അങ്ങ് പോയി അങ്ങോട്ട് എല്ലാത്തിനും കൂട്ടുവന്നല്ലോ കല്യാണം നടത്തി കൊടുക്കാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനാ പോലീസ് ലോക്കപ്പിൽ കിടക്കണേന്ന് പറയാണ്. അനുഭവിച്ചോ, ഇപ്പൊ ആരാ അനുഭവിക്കുന്നേ, എല്ലാരും കൂടെ കൂടിയല്ലേ അനുഭവിക്കുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത അച്ഛന് എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ്. ദേവ് പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനെന്ന് എനിക്കറിയത്തില്ല, ശ്രീകാന്ത് വന്നിട്ടേ കാര്യമുള്ളൂ. പെട്ടെന്ന് ദേവ് ശ്രീകാന്തിനെ വിളിച്ചു നോക്കുകയാണ്. അപ്പോഴും സ്വിച്ച് ഓഫാ. ശ്രീകാന്തിനെ വിളിച്ച് സ്വിച്ച് ഓഫാന്ന് പറയണം. അവൻ പണി പറ്റിച്ചാന്ന് തോന്നുന്നത്, എല്ലാവർക്കും പണി വന്നിട്ട് അവനും അവളും കൂടെ നൈസായിട്ട് മുങ്ങിയും തോന്നുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. ആ സമയത്താണ് അങ്ങോട്ട് സച്ചി വരുന്നേ. സച്ചി ഓടി ഇറങ്ങി വന്നിട്ട് രേവതിയോട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ അച്ഛൻ ലോക്കപ്പില, എന്തിനാ അച്ഛനെ ലോക്കപ്പിൽ കൊണ്ടിട്ടിരിക്കുന്നേ. സച്ചി പോകുമ്പോൾ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് അച്ഛൻ ലോക്കപ്പിലാണ്, കാര്യം എന്താണെന്ന് അറിയത്തില്ലോ. അങ്ങനെ സച്ചി അങ്ങോട്ട് പറന്ന് കയറി വരുവാണ്. പറന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിയുമ്പോഴത്തേനും വേറെ കുറെ ആൾക്കാരുടെ കൂടെ രവീന്ദ്രൻ ലോക്കപ്പിനകത്ത് ഇരിക്കുന്ന കാഴ്ച കണ്ട് ഓടി അങ്ങോട്ട് ചെന്ന്, എന്താ കാര്യം ചോദിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ശ്രീകാന്ത് മധുസൂദന്റെ മോളെ അടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിരിക്കുമെന്ന് പറയണം. പെട്ടെന്ന് സച്ചി നേരെ എസ് ഐയുടെ അടുത്തേക്കുന്നു. എസ് ഐയുടെ എന്നിട്ട് പറഞ്ഞു, സാറേ എന്ത് പരിപാടിയായി കാണിച്ചിരിക്കുന്നേ, ശ്രീകാന്ത് ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ പിടിച്ച് ലോക്കപ്പിലിടണോ, അതിന് പകരം എന്റെ അച്ഛനെ ലോക്കപ്പിലിടേണ്ട കാര്യമൊന്നും നിൽക്കില്ല, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട എസ് ഐ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, ആദ്യം പോയി അവനെ കൊണ്ടുപോവാ, അവനെ കൊണ്ടുവന്നാലും നിങ്ങളുടെ അച്ഛനെ വിടത്തുള്ളൂ എന്ന് പറയണം. സാറേ ഈ കാണിക്കുന്ന മര്യാദകേടാന്ന് പറയണം. നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാണെന്ന് ചോദിക്കും. സാറേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനാന്ന് പറയണം. ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ, അല്ലെ നിന്നെ കൂടെ പിടിച്ച് അകത്തേടും, പറഞ്ഞു കേട്ടല്ലോ. ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഈ സമയത്ത് മധുസൂദൻ അങ്ങോട്ട് വന്നിരിച്ചു, നീയോ അല്ലെങ്കിലും നീയും നിന്റെ അനിയനും എല്ലാരും കൂടെ കൂട്ടായി പണി ചെയ്തെന്നറിയാം, മര്യാദയ്ക്ക് പറയടാ, എവിടെ എന്റെ മോളെന്ന് ചോദിക്കണം.
ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, നിനക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല തീർക്കണ്ടേ, എന്റെ അച്ഛനെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടിട്ടല്ലാന്ന് സച്ചി പറയണം. ഇത് കേട്ടപ്പം മഹി പറഞ്ഞു, എടാ നീയും നിന്റെ അനിയനെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയത്. വെറുതെ വിടാൻ പോകുന്നില്ല, നിന്നെ കൊന്നു കളിവിടാന്നൊക്കെ മഹിമ പറയണം. എന്നാ വാ ഇങ്ങോട്ട് വാ, കാണിച്ചുതരാം. എന്റെ അച്ഛനൊരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒറ്റ തന്നെ ഞാൻ വിടത്തില്ല, നിങ്ങളുടെ വീട് സാധനം ഞാൻ കത്തിച്ചു കളയെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ കിടന്ന് സംഹാര താണ്ഡവം ആടുവാണ് അവരുടെ മുന്നിൽ നിന്നിട്ട്. പെട്ടെന്ന് മധുസൂദനൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ എന്റെ മോൾക്ക് എന്തായാലും സംഭവിച്ചാണ്ടല്ലോ, നിന്റെ അച്ഛനെ എല്ലാരും ഞാൻ അഴിക്കുള്ളിലിട്ട് എണ്ണിക്കും, പറഞ്ഞേക്കാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ആ പടെ സമുദ്രം എത്തുന്ന പോലെ തോന്നി, ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. എത്രയും പെട്ടെന്ന് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൻ പറ്റുള്ളൂ. ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും രേവതി പറഞ്ഞു, ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തില്ല, കിട്ടിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് അപകടം എടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സച്ചി നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ, ഇതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇതിന് ശേഷമുള്ള വിശേഷങ്ങളായിട്ട് ഇടുന്നത്. അപ്പൊ രാവിലെ വിശേഷം ഇടാറില്ല, കാരണം ഈ വിശേഷം തന്നെയാണ് രാവിലെ കാണിക്കുന്നത്. ഇത് ഒറിജിനൽ പ്രൊമോ വിശേഷം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇതിന് ശേഷം ഇനി ഇഷിതയുടെയും മഹേഷിന്റെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.